കണ്ണൂരിലേക്ക് പോവുകയാണ്. അവിടെ തളിപ്പറമ്പ് മണ്ഡലം വളരെ ശ്രദ്ധേയമായ മണ്ഡലമാണ്. പ്രത്യേകിച്ചും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി വിട്ട് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മണ്ഡലമാണ് തളിപ്പറമ്പ്. അവിടെ PK ശ്യാമള CPM-ന് മത്സരിക്കുമ്പോൾ TK ഗോവിന്ദനാണ് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. N ഹരിദാസ് NDA സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉണ്ട്. നമ്മൾ മുന്നണികളുടെ പ്രതീക്ഷകൾ കണക്കാക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF-ഉം TK ഗോവിന്ദനും ഈ തളിപ്പറമ്പ് മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ളത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ UDF-ന് ഇത്തവണ മണ്ഡലത്തിലുണ്ട്. പ്രത്യേകിച്ചും TK ഗോവിന്ദനെ പോലെ ഒരാൾ പാർട്ടിയിൽ നിന്ന് LDF-ൽ നിന്ന് CPM-ൽ നിന്ന് അടർത്തി എടുത്തു കൊണ്ടുവരാൻ പറ്റിയെന്നത് UDF വലിയ കാര്യമായി തന്നെയാണ് ഈ മണ്ഡലത്തിൽ കാണുന്നത്. ആന്തൂർ മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും കാര്യമായി തന്നെ വോട്ട് ലഭിച്ചു എന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. 10,000 മുതൽ 12,000 വരെ ഭൂരിപക്ഷം കിട്ടും എന്ന് TK ഗോവിന്ദന്റെ ആളുകൾ കണക്കാക്കുന്നുണ്ട്. ഒരു വിഭാഗം CPM പ്രവർത്തകരുടെ വോട്ട് കൂടി ലഭിച്ചു എന്നാണ് UDF തളിപ്പറമ്പിൽ കണക്കുകൂട്ടുന്നത്. ഇനി നമ്മൾ LDF-ന്റെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ PK ശ്യാമള അവിടെ തളിപ്പറമ്പിലെയും അതുപോലെ തന്നെ ആന്തൂരിലെയും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിലെല്ലാം പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് വലിയ വിജയം നേടും PK ശ്യാമള തളിപ്പറമ്പ് മണ്ഡലത്തിൽ എന്ന് LDF ഉറപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നേടിയ 92,870 2021 CPM മണ്ഡലത്തിൽ നേടിയ വോട്ട് ഇതാണ്. പക്ഷെ അത് ലഭിച്ചേക്കില്ല എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതായത് ശക്തമായൊരു പോരാട്ടം ഇത്തവണ ഈ മണ്ഡലത്തിൽ തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് LDF കൂടി സമ്മതിക്കുന്നുണ്ട്. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലെ തിരിച്ചടി അത് നിലവിൽ മുസ്ലിം ലീഗ് UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് തളിപ്പറമ്പ്. അവിടെ വലിയൊരു തിരിച്ചടി ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്ന് LDF കണക്കുകൂട്ടുന്നുണ്ട്. പക്ഷേ ഈ തിരിച്ചടി ആന്തൂരിലെ ലീഡിലൂടെ മറികടക്കാം എന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. ഒപ്പം CPM ശക്തി കേന്ദ്രമായ മലപ്പട്ടം അവിടെയും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുമെന്നും അതൊരു വലിയ ലീഡ് നൽകുമെന്നും അത് തളിപ്പറമ്പ് മണ്ഡലത്തിലാകെ പ്രതിഫലിക്കും എന്നും കൂടി LDF കണക്കാക്കുന്നുണ്ട്. ഇനി ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 2021 തളിപ്പറമ്പ് മണ്ഡലത്തിൽ 83.58% പോളിംഗ്. അത് 2026 ആകുമ്പോഴേക്കും 81.01% കുറഞ്ഞിരിക്കുന്നുണ്ട്. ഈ കുറവ് LDF-ന് തിരിച്ചടിയാകുമോ? അത് എന്തിന്റെ സൂചനയാണ് എന്നതാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 2021 LDF-ന് വേണ്ടി തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിച്ചത്. LDF-ന്റെ സ്ഥാനാർത്ഥി 92,870 വോട്ട്, അതായത് പോൾ ചെയ്തതിന്റെ 52.14% വോട്ടെന്ന് MV ഗോവിന്ദൻ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നേടി. UDF സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ നേതാവ് VP അബ്ദുൾ റഷീദ് ആയിരുന്നു. 70,181 വോട്ട് നേടാൻ അബ്ദുൾ റഷീദിന് സാധിച്ചു. 39.4% ആണ് ഇത് വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ കാണുക. NDA സ്ഥാനാർത്ഥി AP ഗംഗാധരൻ 13,058 വോട്ട്, അതായത് പോൾ ചെയ്തതിന്റെ 7.33%. അത്രമാത്രം വോട്ടാണ് NDAക്ക് നേടാൻ കഴിഞ്ഞത്. ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ 22,689 പക്ഷേ മറ്റ് സമീപ മണ്ഡലങ്ങളെ കൂടി നോക്കുമ്പോൾ 2021 ഭൂരിപക്ഷം കുറഞ്ഞു എന്നതാണ് തളിപ്പറമ്പ് മണ്ഡലത്തെക്കുറിച്ച് LDF-ന്റെ തന്നെ വിലയിരുത്തൽ. ഇനി ഈ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരികയാണെങ്കിൽ തളിപ്പറമ്പിൽ അവിടെ മുനിസിപ്പാലിറ്റികൾ 2 എണ്ണമുണ്ട്. ഒന്ന് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി, നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. ആന്തൂർ മുനിസിപ്പാലിറ്റി അത് LDF-ന്റെ കോട്ടയാണ്. ഇതിലില്ലാതെ തന്നെ ഒരു പക്ഷേ LDF പലപ്പോഴും ജയിച്ചിട്ടുള്ള നിലനിർത്തിയിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ് ആന്തൂർ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്ക് വരികയാണ്. ചപ്പാരപ്പടവാണ് ഒരു പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത്. മറ്റൊന്ന് കൊളച്ചേരി. ഇത് രണ്ടും UDF-ന്റെ കൈകളിലാണുള്ളത്. കുറുമാത്തൂർ, കുറ്റ്യാട്ടൂർ, മലപ്പട്ടം, മയ്യിൽ, പരിയാരം ഈ ഇടങ്ങളിലെല്ലാം LDF ഭരിക്കുന്നു. അതായത് LDF-ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു കണക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ മേധാവിത്വം ഇവിടെയുണ്ട്. അത് ഈ മണ്ഡലം LDF-ന്റെ ഉറച്ച കോട്ട എന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വലിയൊരു പ്രതീക്ഷ LDF ഈ മണ്ഡലത്തിൽ ഉണ്ട്. LDF-ന് ഈ മണ്ഡലം തളിപ്പറമ്പ് നിലനിർത്താനാകും എന്ന് LDF തീർച്ചയായും കരുതുന്നുണ്ട്. പക്ഷേ TK ഗോവിന്ദനിലൂടെ ഒരു മാജിക് നടത്താൻ പറ്റും എന്ന പ്രതീക്ഷ UDF-നും ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.